ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ രാവിലെ തന്നെ മൂകാംബികയിലേക്ക് തൊഴുത് നേരെ കുടജാദ്രിയിലേക്ക് പോവുകയാണ്. മൂകാംബിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കുടജാദ്രി എത്താം. ഷിമോഗ ജില്ലയിലാണ് കുടജാദ്രി സ്ഥിതി ചെയ്യുന്നത്. 8 പേരടങ്ങുന്ന ഗ്രൂപ്പിന് 3200 രൂപയാണ് അവർ ഫീസ് ഈടാക്കുന്നത്. അതിനു പുറമെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ യാത്ര ഏറെ മനോഹരമാക്കുന്നത് നമ്മൾ ഈ കാണുന്ന കാട്ടുവഴികളാണ്. കാടിൻ്റെ നടുവിലൂടെയുള്ള ഈ യാത്ര അതൊരു ഭയങ്കര ഫീലാണ്. കൊല്ലൂർ ഷിമോഗ റൂട്ടിലാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ഇടയ്ക്കിടയ്ക്കായിട്ട് റോഡിൻ്റെ എക്സ്റ്റൻഷൻ വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ എത്തുന്നത് നിട്ടൂർ എന്ന ചെറിയൊരു ടൗണിലേക്കാണ്. നമ്മുടെ ജീപ്പ് ഇവിടെ ഒരു 5-10 മിനിറ്റ് നമുക്ക് നിർത്തി തരും. നമുക്ക് എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. നിട്ടൂരിൽ നിന്നും നമുക്ക് കുടജാദ്രിയിലേക്ക് ജീപ്പ് സൗകര്യമുണ്ട്. നിട്ടൂരിൽ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഷിമോഗ റോഡിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ കുടജാദ്രി റോഡിലേക്ക് കയറും. ഈ വഴി കുറച്ചും കൂടെ ഇടുങ്ങിയൊരു വഴിയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാം കറക്റ്റ് ഒരു ജീപ്പിന് പാസ് ചെയ്ത് പോകാനുള്ളൊരു വീതിയേ ഉള്ളൂ റോഡിന്. അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ ചെക്ക് പോസ്റ്റിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം അവർക്ക് എഴുതി കൊടുക്കണം. പിന്നെ പെർ ഹെഡിന് നമ്മളൊരു 50 രൂപ അവിടെ അടയ്ക്കേണ്ട ഒരു ഫീസ് ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യും. ഒരു ബോട്ടിലിന് 50 രൂപ വെച്ചിട്ട് അതും നമ്മൾ അടയ്ക്കണം. പിന്നെ തിരിച്ചു വരുമ്പോൾ ആ ബോട്ടിൽസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അവർ നമുക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. ഇനി അങ്ങോട്ടാണ് നമ്മുടെ ഫേമസ് കുടജാദ്രി ഓഫ് റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റു പല ഓഫ് റോഡ് ട്രിപ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു ഓഫ് റോഡിങ് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓഫ് റോഡിങ്ങിൽ മറ്റ് വാഹനങ്ങളുടെ ശല്യവും ഒന്നുമില്ല. നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റഷും പിന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ബ്ലോക്കും. കാരണം നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ അറിയാം, ചില സൈഡിലൊന്നും തീരെ ഒരു വീതിയൊന്നുമില്ല. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാലും നമുക്ക് സൈഡായി കൊടുക്കാനുള്ളൊരു ഏരിയ പല സ്ഥലങ്ങളിലും കുറവാണ്. അപ്പം അതിൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നമ്മൾ നേരെ ചെന്നെത്താൻ പോകുന്നത് പോണ വഴിയിലുള്ള ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. നമുക്കൊരു 5-10 മിനിറ്റ് വണ്ടി ഇവിടെ സൈഡാക്കി തരും നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതല്ല, ഇതിലും മനോഹരമായ കാഴ്ചകളാണ് ഇനി മേലോട്ടുള്ളത്. അപ്പം അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് കളയരുത്. അങ്ങനെ നമ്മൾ ഓഫ് റോഡിങ് കഴിഞ്ഞിട്ട് ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ നടന്നു വേണം കയറാൻ. ഇവിടെ ഒരു അമ്പലമുണ്ട്. നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് അങ്ങനെ അങ്ങോട്ട് നമുക്ക് നടന്ന് കയറാം.
പീഠം കണ്ട് അവിടെ തൊഴുത് തിരിച്ചിറങ്ങുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ യുവർ ട്രാവലിംഗ് ഡൂഡ്. ബൈ.